പ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം. പരിശുദ്ധ മാതാവ് പരലോകത്തിൽ കരയേറിയ ഉടനെ തൻ്റെ ദിവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജയമാല സമർപ്പണം. മുക്കുദൂതന വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രായേലേ, വിശുദ്ധ റഫായേലേ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, വിശുദ്ധ തോമായേ, മഹാത്മാവായ സൗസേപ്പേ, ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാന്നിധിയിൽ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷണാഭൂതനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമാവുന്ന നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും അപേക്ഷിക്കണമേ. വിവേകവതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണ്ണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗ്ഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാലകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൂരദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിസ്തരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയെ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹമായി കന്യകയായ മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശ്വമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധതേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടെ അങ്ങേ പക്കൽ അണിഞ്ഞിരിക്കുന്ന ഈ കുടുംബത്തെ തൃക്കം പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിശുദ്ധമറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശ്വമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുള്ള മാതാവേ സുസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സുസ്തി. ഹവ്വായുടെ പുറപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ ഏർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നിരത്തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദുരിതത്തിന്റെ അനുഗ്രഹഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകമറിയമേ. ആമേൻ. ഈശ്വമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധതേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവോ ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദൈവപുത്രനെ യോഗ്യമായ പീഡയായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ. ഈ മാതാവിനെ ഓർ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തികളെ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരണമേ. ആമേൻ. വിശ്വാസ പിതാവിനോടുള്ള പ്രാർത്ഥന. ഭാഗ്യപ്പെട്ട വിശ്വാസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കലോടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ച ശേഷം അങ്ങേ മധ്യസ്ഥയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടുകൂടെ യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭവനിയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് നാലിംഗനം ചെയ്ത അങ്ങേ പിതാവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഈശ്വമിശിഹ തന്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും
എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തിന്റെ എത്രയും വേഗമുള്ള കാവൽക്കാരാന ഈശ്വരയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും പ്രിയമുള്ള പിതാവേ, അബദ്ധത്തിന്റെയും വഷളത്തിന്റെയും കരളിലൊക്കെ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക, അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിന്റെ തിരുസഭയെ ശത്രുവിന്റെ കണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിപ്പാനും തക്കവണ്ണം അങ്ങേ മധ്യസ്ഥയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ അപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദം ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനിറച്ചിന്തി പാപിയായ ഞാൻ അങ്ങയുടെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. ആത്മാവിറങ്ങും വേദിയിൽ ഹൃദയം തുറന്നു നാദാ, ജീവൻ പകർന്ന ത്യാഗം ഓർക്കാനൊരുങ്ങി വന്നിട ബലിവേദി മുന്നിൽ നിൽക്കാം, കരയേകും നീക്കി നിൽക്കാം, ബലിവേദി മുന്നിൽ നിൽക്കാം, കരയേകും നീക്കി നിൽക്കാം. മാലാഖമാർ പാടുന്നു ഹല്ലേലൂയ പാടുന്നു, മാലോകരെ വരും ചേരുന്നു, ബലിവേദി സ്വർഗീയമാകുന്നു. മാലാഖമാർ പാടുന്നു ഹല്ലേലൂയ പാടുന്നു, മാലോകരെ വരും ചേരുന്നു, ബലിവേദി സ്വർഗീയമാകുന്നു.
വൈരം വഴിയിൽ വെടിഞ്ഞിടാം, സോദരരോടു ക്ഷമിക്കാം. ക്രൂശിൻ മാറിലെ ഭാവം മനസ്സിൽ ഏറ്റുവാങ്ങിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, തിരുനാളിൻ്റെ സമാപന ദിവസം കൃതജ്ഞതാബലിയായിട്ട് നമ്മൾ ഈ ദിവ്യബലിയിൽ പങ്കുചേരുമ്പോൾ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് ഈ സമയം നന്ദി അർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ നവനാൾ ദിനങ്ങളിലൂടെ, തിരുനാൾ ദിനങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ ദൃശ്യമായതും അദൃശ്യമായതുമായിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവത്തോട് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥതയിലൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തോടൊപ്പം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും ഓർക്കാം. പ്രത്യേകമായിട്ടിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമൽ ജഷൻ തനേറ്റിയുടെ എല്ലാ ജന്മദിന നിയോഗങ്ങളെയും ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവതിരുസന്നിധിയിലേക്ക് ഈ സമയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. അങ്ങായി ഞങ്ങൾ പുകഴ്ത്തുന്നു.
ലോകത്തിൻ പാപനിരന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിരന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നീർവനം ഭാഗത്തിയുണ്ടീടും ഞങ്ങൾ തൻ രക്ഷകനീശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൃപാദാനം അങ്ങേദാസർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനം രക്ഷയുടെ പ്രാരംഭമായി തീർന്നവർക്ക് ഈ ദാനം അങ്ങേ കന്യകയുടെ ജനനത്തിരുന്നാൾ സമാധാനത്തിന്റെ വർധന പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തോടെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു, അവിടുന്ന് നിലംപറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു, അവിടുന്ന് പരദേശികളെ പാലിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു, എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്, എൻ്റെ സഹോദരരെ, മഹത്വപൂർണരും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷാപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരം അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച് ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു ദരിദ്രനും പ്രവേശിച്ചുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു.
പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെ പാവപ്പെട്ടവരെ അല്ലേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളിലൂടെ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മത്തിരുനാൾ സെപ്റ്റംബർ മാസം 8-ാം തീയതി നമ്മൾ കൊണ്ടാടുന്നു. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുനാളും ഇന്നേ ദിവസം നമ്മൾ കൊണ്ടാടുകയാണ്. ഈ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം ബൈബിളിൽ എങ്ങും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അപ്രമാണിക ഗ്രന്ഥമായിട്ടുള്ള, കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത ഒരു ഗ്രന്ഥമായിട്ടുള്ള യാക്കോബിൻ്റെ സുവിശേഷത്തിൽ
നമുക്ക് മറിയത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തത് ദൈവത്തിൻ്റെ ശാപമായി കരുതിയിരുന്ന ഒരു കാലത്ത്, യഹൂദരുടെ ഇടയിൽ സ്ത്രീകൾ ഗർഭം ധരിക്കാത്തത് ദൈവത്തിൻ്റെ ശാപമായിട്ട് കരുതിയിരുന്ന ആ കാലത്ത് അന്നയ്ക്കും ജോവാക്കീമിനും വലിയ സങ്കടമായിരുന്നു. കാരണം അത്രത്തോളം പ്രായമായിട്ടും ഒരു കുഞ്ഞില്ല എന്ന സങ്കടം, ആളുകളുടെ തിരസ്കരണങ്ങൾ, ആളുകളുടെ കളിയാക്കലുകൾ, ആളുകളുടെ മാറ്റി നിർത്തലുകൾ, ഇതെല്ലാം ഈ ദമ്പതികൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ അന്നയും ജോവാക്കീമും വലിയ സങ്കടത്തോടുകൂടെ അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഒരു ദിവസം ജോവാക്കീം തൻ്റെ ദേവാലയത്തിലേക്ക് ദൈവത്തിനെ കാഴ്ചയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ അവിടെ വെച്ച് റൂബൻ എന്ന ഒരു സഹോദരൻ യോവാക്യമിനെ കളിയാക്കുന്നുണ്ട്. ഒരു സന്തതിയെ പോലും ഇസ്രയേലിന് നൽകുവാൻ സാധിക്കാത്ത നിനക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുക, നിന്റെ കാഴ്ചകൾക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ റൂബൻ യോവാക്യമിനെ കളിയാക്കുമ്പോൾ അത് വലിയ ധർമ്മസങ്കടത്തിലേക്ക് യോവാക്യമിനെ കൊണ്ടെത്തിക്കുക. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക, മരുഭൂമിയിലേക്ക് ഈ യോവാക്യം യാത്രയാവുന്നതാണ്. തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് ധർമ്മസങ്കടത്തിൽ മരുഭൂമിയിലേക്ക് യോവാക്യം യാത്രയാകുന്നു. പ്രാർത്ഥനയിൽ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്താണ് യോവാക്യമിനും അതേപോലെ തന്നെ അന്നയ്ക്കും ദൈവത്തിൻ്റെ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ അരുളപ്പാട് നൽകുക. നിങ്ങൾക്കിതാ ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ് ഇനി വരുവാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ ഈ അന്നയ്ക്കും ജോവാക്യമിനും മുൻപിൽ പ്രത്യക്ഷനാവുക. പ്രിയപ്പെട്ടവരെ, അവരുടെ വഴിമുട്ടിയ ജീവിതത്തിന് മുൻപിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അവരുടെ ജീവിതത്തിലേക്ക് മുളച്ചു പൊങ്ങുന്ന ഒരു പുതു നാമ്പ് പോലെ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദുഃഖത്തോടെ യാത്രയായ യോവാക്യമിന് സന്തോഷത്തോടെ മരുഭൂമിയിൽ നിന്നും തിരിച്ചു വരുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ പ്രാർത്ഥനയിൽ നിന്നും തൻ്റെ ധ്യാനത്തിൽ നിന്നും തിരിച്ചു വരുവാനായിട്ട് സാധിക്കുന്നു. രക്ഷകൻ്റെ അമ്മയായി പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ പരിശുദ്ധ കന്യകാമറിയത്തെ ഈ അന്നയ്ക്കും ജോവാക്യമിനും നൽകുവാനായിട്ട് ദൈവം തിരുവുള്ളമായി എന്ന സദ്വാർത്ത അവർ മനസ്സറിഞ്ഞ് സ്വീകരിക്കുകയാണ് പിന്നീടുണ്ടാവുക. അന്നു മുതൽ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധ കന്യകാമറിയം മാറുകയായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അവൾ എന്നും ദൈവത്തോട് വിശ്വസ്തത പാലിച്ചവളായിരുന്നു. പറയുന്നത് എങ്ങനെയാണ്? രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് പരിശുദ്ധ കന്യകാമറിയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഒന്ന് ഫിയാത്ത്, രണ്ട് പിയാത്ത. ഈ രണ്ട് വാക്കുകളിൽ അതിനിടയിലുള്ള ജീവിതമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം. ഫിയാത്ത് എന്നതിൻ്റെ അർത്ഥം അവളുടെ സമ്മതം ദൈവത്തിന് നൽകിയതിനെ കുറിച്ചാണ് പറയുക. ലാറ്റിൻ ഭാഷയിൽ ഫിയാത്ത് എന്ന് പറയുക അത് നിറവേറട്ടെ എന്നതിൻ്റെ അർത്ഥമാണ്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് നീ രക്ഷകനായ ക്രിസ്തുവിന് ജന്മം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അത് നിറവേറട്ടെ എന്ന് പറയുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് കഴിഞ്ഞു. അതിനെയാണ് ഫിയാത്ത് എന്ന് വിളിക്കുക. അത് നിറവേറട്ടെ എന്ന് പരിശുദ്ധ കന്യകാമറിയം ഏറ്റുപറഞ്ഞു. ദൈവം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന് പറയുവാൻ സാധിച്ചു. അങ്ങനെ മറിയം രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. വീണ്ടും പിയാത്ത എന്ന വാക്ക് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. സെമിത്തേരിയിലൊക്കെ നമ്മൾ കയറുമ്പോൾ കാണുവാൻ സാധിക്കുന്നൊരു ചിത്രവും അതുതന്നെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിൽ, വ്യാകുലയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിൽ ഈശോയുടെ, ക്രൂശിക്കപ്പെട്ട ഈശോയുടെ തിരുശരീരം കിടക്കുന്ന ആ കാഴ്ച. ക്രൂശിതനായ ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ദയനീയമായ മുഖത്തോടുകൂടെ, കണ്ണുകളോടുകൂടെ ഈശോയിലേക്ക് നോക്കുന്ന ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ദൈവം പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായ പരിശുദ്ധ കന്യകാമറിയം പിയാത്ത എന്ന
ആ ഒരു ചിത്രത്തിലൂടെ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അത് നിറവേറ്റുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ അമ്മയുടെ ഈ ജീവിതത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എടുത്ത ചില സമ്മതങ്ങളെക്കുറിച്ച് നമ്മളും ധ്യാനിക്കുക നല്ലതായിരിക്കും. ഒരുപക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമ്മതങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് ഈ അൾത്താരയുടെ മുൻപിൽ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ വിവാഹത്തിൻ്റെ സമ്മതമായിരിക്കാം, മനസ്സമ്മതമായിരിക്കാം. ജ്ഞാനസ്നാന അവസരത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെ വിശ്വാസത്തിലും സന്മാർഗത്തിലും ദൈവപ്രബോധനത്തിലും വളർത്തുമെന്നുള്ള സമ്മതമായിരിക്കാം. ഇതെല്ലാം ദൈവത്തിരുസന്നിധിയിൽ വെച്ചാണ് നമ്മൾ ഏറ്റെടുത്തത്. ഇതെല്ലാം ദൈവത്തിനും ദൈവജനത്തിനും മുൻപിൽ വെച്ചാണ് നമ്മൾ ഏറ്റെടുത്തത്. ഈ സമ്മതങ്ങൾ പലപ്പോഴും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എല്ലാതെയായിപ്പോയിട്ടുണ്ട്. പലപ്പോഴും അത് പൂർണ്ണമായിട്ടും നിർവഹിക്കുവാനായിട്ട് നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അവൾ ദൈവതിരുസന്നിധിയിൽ ഏറ്റെടുത്ത ആ സമ്മതം അത് നിറവേറട്ടെ എന്ന വാക്ക് അവൾ പിയാത്ത എന്ന ആ ചിത്രത്തിലൂടെ പൂർണ്ണമാക്കുന്നത്, പൂർത്തീകരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലവിധങ്ങളായിട്ടുള്ള സമ്മതങ്ങൾ, പലവിധങ്ങളായിട്ടുള്ള പ്രതിജ്ഞകൾ ദേവാലയ തിരുസന്നിധിയിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞകളെ പുതുക്കുവാനായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ തിരുനാൾ ദിനം. ആ എടുത്തിട്ടുള്ള പ്രതിജ്ഞകളെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അവ തീക്ഷ്ണമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയം നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠം അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നുള്ളതാണ്. എലിസബത്തിനെ കാണുവാനായിട്ട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതനുസരിച്ച് അവൾ തിടുക്കത്തിൽ ഒരു യാത്ര നടത്തുന്നുണ്ട്. ചരിത്രകാരന്മാർ പറയുക ഒത്തിരി കിലോമീറ്ററുകൾ അവൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ഗർഭവതിയായിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുക അല്ലെങ്കിൽ നടക്കുക എന്നൊക്കെ പറയുക വലിയ സങ്കടമുള്ള, കഷ്ടമുള്ളൊരു കാര്യമാണ്. പരിശുദ്ധ കന്യകാമറിയം അവളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ, അവളുടെ ജീവിതത്തിലെ വേദനകളെ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി സഹിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അതാണ് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടതിൻ്റെ ഓർമ്മ. എലിസബത്ത് അവളുടെ ജീവിതത്തിൽ ഒരു സഹായം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സമയം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റും ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ ഓരോരുത്തരുടെയും മക്കളാകാം, മാതാപിതാക്കളാകാം, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ളവരാകാം. അവർക്കെല്ലാം സഹായം നൽകേണ്ട സമയത്ത് സഹായം നൽകുവാനായിട്ട്, യാത്ര പുറപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃക നമുക്ക് പിൻചെല്ലാം. മൂന്നാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയം പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം, അമ്മ അവരുടെ കുറവുകൾ അറിഞ്ഞ് മനസ്സിലാക്കി കുറവുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയം മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുന്നവളായിട്ട് മാറുന്നുണ്ട്. ഒരുപക്ഷെ കുറവുകൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് വരുന്നൊരു ചിന്ത അത് വലിയ നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയാണ്. കുറവുകൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കുറച്ച് പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് തരം താഴ്ത്തി പറയുക എന്നൊക്കെ ആയിരിക്കാം നമ്മൾ ചിന്തിക്കുക. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം ചെയ്യുന്നത് അപ്രകാരമല്ല. പരിശുദ്ധ കന്യകാമറിയം നമ്മളും ചെയ്യുക, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തും. പക്ഷേ രണ്ടാമതായിട്ടുള്ളൊരു ഭാഗം പരിശുദ്ധ കന്യകാമറിയം ചെയ്യുന്നത് വ്യത്യസ്തമാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയം എല്ലാ കുറവുകളും കണ്ടെത്തി. പക്ഷേ അവൾ പറയുന്നത് കൃത്യമായ ഒരു സ്ഥലത്താണ്. അവൾ പറയുന്നത് തൻ്റെ രക്ഷകനായ ക്രിസ്തുവിനോടാണ്. പലപ്പോഴും നമ്മുടെ കുറവുകൾ നാം മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ നാം പറയുന്നത് അത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലായി പോകാറുണ്ട്. ദൈവത്തോട് പറയേണ്ട കുറവുകൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പാഠം കുറവുകൾ കണ്ടെത്തി അത് ക്രിസ്തുവിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതവും കൂടുതൽ അനുഗ്രഹപ്രദമായി മാറുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അതിനുവേണ്ടി നമ്മുടെ സമ്മതങ്ങളെ നമുക്ക് ഓർത്തെടുക്കാം. വിവാഹദിനത്തിൽ നമ്മൾ ഏറ്റെടുത്ത ആ സമ്മതം, നമ്മൾ ഏറ്റുപറഞ്ഞ ആ സമ്മതം, ജ്ഞാനസ്നാന അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ആ സമ്മതം, നമ്മുടെ മക്കളുടെ ജ്ഞാനസ്നാന അവസരത്തിൽ നമ്മുടെ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഏറ്റെടുത്ത ആ ജ്ഞാനസ്നാന സമ്മതം, മനസ്സമ്മതത്തിൻ്റെ സമയത്ത് ഏറ്റെടുത്ത സമ്മതങ്ങൾ, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ആ സമ്മതങ്ങളെ നമുക്കൊരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് മാത്രമുള്ളതായി നമ്മുടെ ജീവിതം മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് കുറവുകൾ കണ്ടെത്തി ആ കുറവുകൾ മനസ്സിലാക്കി ഈശോയിലേക്ക് കുറവുകൾ അർപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. മൂന്നാമതായിട്ട് തിടുക്കത്തിൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പ്രവേശിക്കുവാനും അവരുടെ കുറവുകൾ മനസ്സിലാക്കി ആ കുറവുകൾ ഏറ്റെടുത്തുകൊണ്ട് നിറവുകളാക്കി മാറ്റുവാനും പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ 3 പുണ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ തിരുനാൾ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമൃദ്ധമായ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃഷ്ടാവദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചവരിൽ നിന്ന് സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യമായ അവൻ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിനുമായി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയം സ്വീകരിച്ച് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലേഖനങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനൊപ്പം ആരാധിക്കപ്പെടുന്നവനും ശ്രദ്ധിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപവിമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഓർക്കും വരുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ അംബ്രോസ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ബലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിഭാവനമായി ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി ഈശോയിലേക്ക് ഈ സമയം നമുക്ക് അർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും അമ്മയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കാണിക്കകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ശരീരം ധരിക്കുവാൻ തിരുവുള്ളമായി അങ്ങേ പുത്രന്റെ മനുഷ്യപ്രകൃതി ഞങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് ഞങ്ങൾ കേണപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നെന്ന് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസ്തകലമങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിന്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമ പ്രദാപിക്കുകയും അങ്ങേ മുൻപിൽ നിന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരൂപം ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ഞങ്ങൾ ആലപിക്കുന്നു. ദൈവം
മുറിക്കപ്പെട്ടിരിക്കുന്ന അപ്പത്തോടൊപ്പം വീഞ്ഞിനോടൊപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ ഇതെല്ലാം ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള നിയോഗങ്ങൾ, രോഗാവസ്ഥകൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ഇതെല്ലാം ഈ അപ്പത്തോടും ഇഞ്ഞിനോടുമൊപ്പം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം ഏറ്റവും ഭക്തിയോടുകൂടെ ആയിരിക്കാം. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങേ വീണ്ടും വരുന്നവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനവും പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളിൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും
ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അംബ്രോസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരങ്ങളെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ആലപിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ ഈ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ.
ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് തിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം നിറവേറണം പിതാവേ അനന്തമെന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകിലും ഫലമായിടും വരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിയോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും പിതാവേ അനന്തമെന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ അനസൂര്യമായിലും നീ
വാഴുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും. അനസൂര്യമായിരും നീ വന്നു വാഴുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും. ഭയമേതു ക്ലേശിടാതെ ഏതേതു ക്ലേശം അവനായി ഏറ്റുവാങ്ങിടാനും മനസ്സേകണം. പിതാവേ അനന്തനന്മയാകും പരമോന്നതാ, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയാ, കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം. തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്തനന്മയാകും പരമോന്നതാ, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയാ. സ്നേഹമുള്ളവരെ, ഇന്ന് ദീപബലിക്ക് വായനകൾ വായിച്ചവർക്കും അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഇടവകയിലത്തെ ജൂനിയർ കൊയറിനും ഒത്തിരി നന്ദി പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളോടുകൂടി നമ്മുടെ തിരുനാളിൻ്റെ സമാപന ദിവ്യബലിക്ക് ഗാനങ്ങൾ ആലപിച്ചവർക്ക് ഒത്തിരി നന്ദി പറയുകയും അതോടൊപ്പം പരിശുദ്ധ വെള്ളാങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥം ഒരു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ മുതൽ കുടുംബ യൂണിറ്റുകൾ ആരംഭിക്കുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് സെൻറ്റ് മാർക്ക് ഹോളി ഫാമിലി കുടുംബ യൂണിറ്റുകളും 6 മണിക്ക് സെൻറ്റ് പോൾ സെൻറ്റ് ഗബ്രിയേൽ ഹോളി ക്രോസ് കുടുംബ യൂണിറ്റുകളും ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് മദർ തെരേസ ജമകൽഖാനി കുടുംബ യൂണിറ്റുകളും 5 മണിക്ക് ഇമാക്കുലേറ്റ് ഹാർട്ട് ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റുകളും 6 മണിക്ക് ഫ്രാൻസിസ് സേവിയർ സെക്രഡ് ഹാർട്ട് കുടുംബ യൂണിറ്റുകളും സമ്മേളിക്കുന്നു. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മരിയ കുരറ്റി ക്രൈസ്ത കിങ് ഓൾ സെയിൻസ് കുടുംബ യൂണിറ്റുകളും 6 മണിക്ക് സെൻറ്റ് തോമസ് ഹോളി ട്രിനിറ്റി ജോൺ ദി ബാപ്റ്റിസ്റ്റ് കുടുംബ യൂണിറ്റുകളും സമ്മേളിക്കുന്നു. വരുന്ന ഞായറാഴ്ച 15-ാം തീയതി വൈകിട്ട് 4 മണിക്ക് വ്യാകുലമാത കുടുംബ യൂണിറ്റ് സമ്മേളിക്കുന്നു. ഡോൺ ബോസ്കോ ആശുപത്രിയുടെ കീഴിൽ മഞ്ഞുമാത മെഡിക്കൽ സെൻറ്റർ പള്ളിപ്പുറം ബസിലിക്കയോട് ചേർന്നുള്ള താൽക്കാലിക ക്ലിനിക്കിൽ OP കൺസൾട്ടേഷൻ ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ജനറൽ മെഡിസിൻ വിഭാഗവും വൈകിട്ട് 3:30 മുതൽ 6 മണി വരെ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനും ലഭ്യമായിരിക്കും. കോട്ടപ്പുറം രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗോതുരുത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് HSST ഹിന്ദി, SSST പൊളിറ്റിക്കൽ സയൻസ് സ്ഥിര നിയമനത്തിന് നിശ്ചിത യോഗ്യതകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. SSST യോഗ്യത ഹിന്ദി, PG, B.Ed സെറ്റ് ഓർ നെറ്റ് ഓർ M.Ed. പൊളിറ്റിക്കൽ സയൻസ് PG, B.Ed സെറ്റ്, നെറ്റ് ഓർ M.Ed. അപേക്ഷ ഫോറത്തിനും മറ്റു വിവരങ്ങൾക്കുമായിട്ട് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വരുന്ന ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കപ്പേളകളിൽ കുർബാനകൾ ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പൗലോസ് ബ്രദറിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നതാണ്. ദിവ്യബലിക്ക് ശേഷം കൊടിയിറക്കവും അതിനുശേഷം രൂപം എടുത്തു വയ്ക്കലും ഉണ്ടായിരിക്കും. എല്ലാവരും പങ്കെടുക്കുക. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ,
സർവലോകത്തിനും പ്രത്യാശയും രക്ഷയുടെ പിൻപുലരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിൽ ഒന്നാനന്ദിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളിൽ അങ്ങ് പരിപോഷിപ്പിച്ച അങ്ങേ സഭ എന്നും ആഹ്ലാദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേദത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേദത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.